ഇന്നൊരു ചരിത്രകഥയാണ് പറയുന്നത്. ഗോവ എന്നാൽ നമുക്ക് ആഘോഷങ്ങളുടെ നാടാണ്. കടലും പനഞ്ചായലുകളും പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ ഭംഗിയുള്ള ക്രിസ്ത്യൻ പള്ളികളും വിദേശികളും. എന്നാൽ ഈ പള്ളികളുടെ ഓരോ കല്ലിനും ഓരോ തറയ്ക്കും താഴെ അടക്കം ചെയ്യപ്പെട്ട ഭീകരമായ ഒരു സത്യമുണ്ട്. അത് സ്വന്തം വിശ്വാസത്തിന് വേണ്ടി ജീവനോട് വെന്തു മരിക്കേണ്ടി വന്ന ആയിരങ്ങളുടെ നിലവിളിയാണ്. സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനതയുടെ കണ്ണുനീരാണ്. നമ്മൾ സ്കൂളുകളിൽ പഠിച്ച ചരിത്ര പാഠപുസ്തകങ്ങളിലൊക്കെ സൗകര്യപൂർവ്വം മറച്ചുവെച്ച അല്ലെങ്കിൽ വെറും ഒരൊറ്റ വരിയിൽ ഒതുക്കി തീർത്ത ഭാരതത്തിലെ ഏറ്റവും വലിയ വംശഹത്യയുടെയും മതപീഡനത്തിന്റെയും കഥ, ഗോവ ഇൻക്വിസിഷൻ. കപ്പലിൽ കുരിശുമായി വന്നവർ വാളുകൊണ്ട് ഒരു സംസ്കാരത്തെ വെട്ടിമുറിച്ച കഥ. 500 വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിലെ തെരുവുകളിൽ നടന്നത് എന്താണ്? എന്തുകൊണ്ടാണ് പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾക്ക് തങ്ങളുടെ സമ്പാദ്യമെല്ലാം ഉപേക്ഷിച്ച് രാത്രിയുടെ ഇരുട്ടിൽ വഞ്ചികളിൽ കയറി കേരളത്തിലേക്കും കർണാടകയിലും ഒക്കെ പലായനം ചെയ്യേണ്ടി വന്നത്? ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ആ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 1510 പോർച്ചുഗീസ് കപ്പിത്താൻ അഫോൻസോ ഡി അൽബുക്കർക്ക് ഗോവ കീഴടക്കുമ്പോൾ അതൊരു സാമ്രാജ്യത്തിന്റെ മാത്രം തുടക്കമായിരുന്നില്ല. അന്ന് ബാർദേസ്, തീസ്വാടി, സാസഷ്ടി എന്നീ 3 താലൂക്കുകൾ മാത്രമായിരുന്നു ഗോവ. തുടക്കത്തിൽ വ്യാപാരമായിരുന്നു ലക്ഷ്യമെന്ന് തോന്നിപ്പിച്ചെങ്കിലും അധികം വൈകാതെ അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. യൂറോപ്പിൽ അന്ന് നിലനിരുന്ന ഇൻക്വിസിഷൻ അഥവാ മതവിചാരണ എന്ന കിരാത നിയമം ഭാരതത്തിന്റെ മണ്ണിലേക്ക് അവർ ഇറക്കുമതി ചെയ്തു. 1546 മാർച്ച് 8-ന് പോർച്ചുഗലിലെ ജോ മൂന്നാമൻ രാജാവ് പുറപ്പെടുവിച്ച ആ കൽപ്പന ഭാരതീയ സംസ്കാരത്തിന് മേൽ പതിച്ച ഇടുത്തിയായിരുന്നു. ഗോവയെ ഒരു കത്തോലിക്ക രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു ആ ആജ്ഞയുടെ സന്ദേശം. ഒരു ജനതയെ തകർക്കാൻ ആദ്യം അവരുടെ വിശ്വാസ കേന്ദ്രങ്ങളെ തകർക്കുക എന്നതായിരുന്നു പോർച്ചുഗീസ് തന്ത്രം. ഭാരതത്തിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങൾ ഗോവയിൽ ഉണ്ടായിരുന്നു. 1559 ആയപ്പോഴേക്കും പോർച്ചുഗീസുകാർ തകർത്തത് 350ഓളം ക്ഷേത്രങ്ങളാണ്. അധിനിവേശ കാലഘട്ടത്തിൽ ഉടനീളമായി ഏകദേശം 600-ലധികം ക്ഷേത്രങ്ങൾ മണ്ണടിഞ്ഞു. ചിന്തിച്ചു നോക്കൂ, തലമുറകളായി പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ തെരുവുകളിലെറിഞ്ഞ് ഉടയ്ക്കപ്പെടുന്നു. മനോഹരമായ ഗോപുരങ്ങൾ പീരങ്കി വെച്ച് തകർക്കപ്പെടുന്നു. ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ ഭരണകൂടം കണ്ടുകെട്ടി. പല പ്രമുഖ ക്ഷേത്രങ്ങളും തകർത്ത് അതിനു മുകളിൽ പള്ളികൾ പണിതു. എന്നാൽ നമ്മുടെ പൂർവികർ അന്ന് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പ്രിയപ്പെട്ട വിഗ്രഹങ്ങളെ തുണിയിൽ പൊതിഞ്ഞ് മാറോട് ചേർത്ത് പിടിച്ച് സൈന്യത്തിന്റെ കണ്ണ് വെട്ടിച്ച് അവർ പുഴ കടന്നു. ഗോവയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളിൽ ആ വിഗ്രഹങ്ങൾ അവർ പുനഃപ്രതിഷ്ഠിച്ചു. ഇന്നും ഗോവയിലെ മങ്കേഷി ക്ഷേത്രം പോലെയുള്ളവ ഈ അതിജീവനത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ തകർത്തതുകൊണ്ട് മാത്രം ഹിന്ദുക്കളുടെ വിശ്വാസം തകർക്കാൻ കഴിയില്ലെന്ന് പോർച്ചുഗീസുകാർക്ക് ബോധ്യമായി. അതുകൊണ്ട് അവർ അടുത്തതായി ലക്ഷ്യം വെച്ചത് അറിവിനെയായിരുന്നു. സെബാസ്റ്റ്യോ രാജാവ് ഒരു നിയമം കൊണ്ടുവന്നു. ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. വീടുകളിൽ പരിശോധനകൾ നടന്നു. ഹരിക്കഥകളൊക്കെ നിരോധിച്ചു. പുരാണ പാരായണങ്ങൾ കുറ്റകരമായി. മക്കയിൽ നിന്നും കൊണ്ടുവരുന്ന ഖുറാനും ഭാരതത്തിലെ വേദങ്ങളും ഒക്കെ ഒരുപോലെയാണ് വേട്ടയാടപ്പെട്ടത്. രാത്രിയുടെ നിശബ്ദതയിൽ വിളക്കണച്ച് വീടിന്റെ ഉള്ളറകളിൽ ഇരുന്നു കൊണ്ട് ഗ്രന്ഥങ്ങൾ വായിച്ചിരുന്നൊരു കാലം. സൈനികരുടെ ബൂട്ടിട്ട് ഒച്ച കേൾക്കുമ്പോൾ അമ്മമാർ ആ ഗ്രന്ഥങ്ങൾ അരിവീപ്പകൾക്കുള്ളിലേക്കും അല്ലെങ്കിൽ തറയ്ക്കടിയിലൊക്കെ ഒളിപ്പിച്ചു വെച്ചു. ഇനി ഒരിക്കലും അക്ഷരങ്ങൾ കാണാൻ കഴിയില്ലെന്ന ഭയത്താൽ ചിലരൊക്കെ മക്കളെ വിളിച്ച് മന്ത്രങ്ങളൊക്കെ ഉരുക്കഴിച്ച് പഠിപ്പിച്ചു. പുസ്തകങ്ങൾ ഇല്ലാതായാലും അറിവ് മനസ്സിൽ ബാക്കിയുണ്ടാകണമെന്ന നിർബന്ധമായിരുന്നു അത്. അതൊരു വലിയ പോരാട്ടമായിരുന്നു. വാളും തോക്കും ഏന്തിയ സൈന്യത്തോട് അറിവ് കൊണ്ട് നടത്തിയ പോരാട്ടം എന്ന് വിളിക്കാം. ഹിന്ദു സമൂഹത്തിന്റെ നട്ടെല്ലായ ബ്രാഹ്മണരെയും ആചാര്യന്മാരെയും സന്യാസിമാരെയും പുറത്താക്കുക എന്നതായിരുന്നു പോർച്ചുഗീസ് വൈസ്രോയുടെ അടുത്ത നീക്കം. 1560 ഏപ്രിൽ 2 കൽപ്പന പ്രകാരം 1 മാസത്തിനകം ക്രിസ്തുമതം സ്വീകരിക്കാത്ത ഹിന്ദു പുരോഹിതന്മാർ ഗോവ വിട്ടു പോകണം. പോയിട്ടില്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും, അവരെ തടവിലാക്കും. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണപ്പണിക്കാരൊക്കെ അല്ലെങ്കിൽ ശില്പികൾ എന്നിവർക്കെതിരെ എല്ലാം സമാനമായ നിയമങ്ങൾ വന്നു. ഇതിലൂടെ സാമ്പത്തികമായും സാംസ്കാരികമായൊക്കെ ആ സമൂഹത്തെ തളർത്തുകയായിരുന്നു ഇവരുടെ എല്ലാം ലക്ഷ്യം. ഇതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സ്വന്തം വീടും പുരയിടവും കണ്ണുനീരോട് ഉപേക്ഷിച്ച് അന്യദേശങ്ങളിലേക്ക് യാത്രയായി. മതം മാറ്റാൻ അവർ പ്രയോഗിച്ച ചില രീതികൾ കേട്ടാൽ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ വരെ പ്രയാസം തോന്നും. ഹിന്ദുക്കളുടെ വിവാഹ ചടങ്ങുകൾ നിരോധിച്ചു. പൂണൂല് ധരിക്കുന്നത് കുറ്റകരമാക്കി. വീടിന്റെ മുറ്റത്ത് തുളസി നട്ട് വളർത്തുന്നത് കണ്ടാൽ അവരെ ജയിലിലടച്ചു. ഏകാദശി നോക്കുന്നതും മംഗളഗാനങ്ങൾ പാടുന്നതും കുറ്റമായി. എന്തിന്? കുട്ടികളെ പോലും അവർ വിട്ടില്ല. കാറ്റിക്യൂമിനസ് എന്ന കേന്ദ്രങ്ങളിലേക്ക് ചെറിയ കുട്ടികളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി. മാതാപിതാക്കളിൽ നിന്നും അകറ്റപ്പെട്ട ആ കുരുന്നുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മതം മാറ്റി. പശുക്കുട്ടിയെ പിടിച്ചാൽ പശു താനെ വന്നുകൊള്ളും. ഇതായിരുന്നു മിഷണറിമാരുടെ ഒരു നയം. നിർബന്ധിച്ച് പശുവിറച്ചി വായിൽ വെച്ച് കൊടുത്ത് ജാതിഭ്രഷ്ട് വരുത്തി അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും പിന്നീട് മതം മാറ്റത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ ഏടാണ് ഈ ഇൻക്വിസിഷൻ.
1560 മുതൽ 1812 വരെ ഏതാണ്ട് 250 വർഷത്തോളം ഈ ഭീകരത ഗോവയിൽ തുടർന്നു. മതനിന്ദ ആരോപിക്കപ്പെടുന്നവരെ വിചാരണ ചെയ്യാനായി പ്രത്യേക കോടതികൾ നിലവിൽ വന്നു. ഇതിനെ കൊലപാതക യന്ത്രം എന്നാണ് പ്രശസ്ത എഴുത്തുകാരൻ റിച്ചാർഡ് സിംലർ വിളിച്ചത്. ഫ്രഞ്ച് ഡോക്ടർ ആയിരുന്ന ചാൾസ് ഡെല്ലോൻ തന്റെ അനുഭവങ്ങൾ എഴുതിയതോടെയാണ് ലോകം ഈ ക്രൂരതകളെ പറ്റി അറിഞ്ഞത്. ഇൻക്വിസിഷൻ തടവറകളിൽ 3 പ്രധാന പീഡന മുറികൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ദ പുള്ളി അഥവാ കപ്പിപ്പീഡനം. ഇരയുടെ കൈകൾ പിന്നിലേക്ക് കെട്ടി കപ്പിയിൽ തൂക്കി ഉയർത്തുന്നു, പെട്ടെന്ന് താഴേക്ക് വിടും. അസ്ഥികൾ സന്ധികളിൽ നിന്ന് വേർപെടുന്ന ആ വേദന വിവരണാതീതമാണ്. പിന്നെ ജലപീഡനം, വാട്ടർ ടോർച്ചർ. വായ ചവണ കൊണ്ട് തുറന്ന് വെച്ച് ലിറ്റർ കണക്കിന് വെള്ളം നിർബന്ധിച്ച് ഉള്ളിലേക്ക് ഒഴിക്കും. വയറ് വീർത്ത് പൊട്ടാറാവുമ്പോൾ ഇരയുടെ വയറ്റിൽ അമർത്തുന്നു. ഇനി അഗ്നിപീഡനം. കുരിശിൽ കെട്ടിയിട്ട് ജീവനോട് തീ കൊളുത്തും. സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കാത്തതിന്റെ പേരിൽ പരസ്യമായി തീ കൊളുത്തപ്പെട്ടവർ എത്രയെന്ന് ഇന്നും കൃത്യമായി കണക്കില്ല. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. ശവക്കല്ലറകൾ മാന്തി അസ്ഥികൾ പുറത്തെടുത്ത് പരസ്യമായി ദഹിപ്പിച്ച് വിശ്വാസികളെ പരിഹസിച്ചു. സഹിക്കാനാവുന്നതിലും അപ്പുറം ക്രൂരതകൾ വർദ്ധിച്ചപ്പോൾ ഗോവയിലെ ഹിന്ദുക്കൾക്ക് മുന്നിൽ ഒരേയൊരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിൽ കിട്ടുന്നതെല്ലാം കെട്ടിപ്പെറുക്കി പായക്കപ്പലുകളിൽ കയറി അജ്ഞാതമായ ദിക്കുകളിലേക്ക് യാത്ര തിരിക്കുക. 1560കളിൽ ആരംഭിച്ച ഈ പലായനം ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങളിലൊന്നാണ്. ഗൗഡ സാരസ്വത ബ്രാഹ്മണർ, കുടുംബികൾ, വൈശ്യർ തുടങ്ങിയ തങ്ങളുടെ കുലദൈവങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കടൽ മാർഗം തെക്കോട്ടേക്ക് സഞ്ചരിച്ചു. കാർവാർ, മംഗലാപുരം പട്ടണങ്ങൾ പിന്നീട് അവർ കേരളത്തിന്റെ തീരത്തെത്തി. 1566ഓടെ പലായനം ചെയ്തവർ കൊച്ചിയിലും തിരുവിതാംകൂറിലൊക്കെ എത്തി തുടങ്ങി. എന്നാൽ വഴി അത്ര എളുപ്പമായിരുന്നില്ല. കോഴിക്കോട് സാമൂതിരി തുടക്കത്തിൽ ഇവർക്ക് പ്രവേശനം നൽകാൻ പഠിച്ചു. പിന്നെ കൊച്ചി രാജാവും തിരുവിതാംകൂർ ഭരണാധികാരികളും ഈ അഭയാർത്ഥികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. കൊച്ചി രാജാവ് അവർക്ക് ആരാധനാലയങ്ങൾ പണിയാൻ ഭൂമി നൽകി. അവർക്ക് സ്വന്തം നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനായി അനുവാദം കൊടുത്തു. ഇന്ന് ആലപ്പുഴയിലും കൊച്ചിയിലും കോട്ടയത്തും വാരാപ്പുഴയിലും ഒക്കെ കാണുന്ന കൊങ്ങിണി സംസാരിക്കുന്ന ജനവിഭാഗം അന്ന് സ്വന്തം വിശ്വാസത്തിന് വേണ്ടി സർവ്വതും ത്യാഗം ചെയ്തു വന്നവരാണ്. അവർ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറി. ഗോവയുടെ ആത്മാവ് അവർ കേരളത്തിന്റെ മണ്ണിൽ നട്ടുപിടിപ്പിച്ചു. 17ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും ഗോവയിലെ ജനസംഖ്യയിൽ 80% പേരും മതം മാറ്റപ്പെടുകയോ കൊല്ലപ്പെടുകയോ നാട് വിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിരുന്നു. 2.5 ലക്ഷം ഉണ്ടായിരുന്ന അക്രൈസ്തവ ജനസംഖ്യ വെറും 20,000 ചുരുങ്ങി. ഇത്രയും വലിയൊരു വംശഹത്യ നടന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഗോവയിലെ പഴയ പള്ളികൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ അറിയുന്നില്ല ആ പള്ളികളുടെ മനോഹരമായ ചുവരുകൾക്ക് പിന്നിൽ എത്ര പേരുടെ ചോരയുണ്ടെന്ന്, എത്ര ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് അവ നിൽക്കുന്നത് എന്ന്. സെമിറ്റിക് സ്ലോട്ടർ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഈ കിരാത നടപടികൾ ഇന്നും പലപ്പോഴും സാംസ്കാരിക കൈമാറ്റം എന്ന പേരിൽ വെള്ളപൂശപ്പെടുന്നുണ്ട്. വേട്ടക്കാരോടുള്ള ഭയം കൊണ്ടാണോ, അതോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സത്യങ്ങൾ മൂടി വെക്കുന്നതാണോ? സ്വന്തം ധർമ്മം കാക്കാൻ ജീവൻ നൽകിയ നമ്മുടെ പൂർവികരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത അവരുടെ ചരിത്രം മറന്നു പോവുക എന്നതാണ്. ചരിത്രം എന്നത് വെറും കഴിഞ്ഞുപോയ കാര്യങ്ങളല്ല, അത് വർത്തമാന കാലത്തിലേക്കുള്ള താക്കീത് കൂടിയാണ്. ഗോവ ഇൻക്വിസിഷൻ നമുക്ക് നൽകുന്ന പാഠം ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ: ഒരു ജനതയുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും ആയുധം കൊണ്ട് അടിച്ചമർത്താൻ നോക്കിയാൽ അത് മറ്റൊരു രൂപത്തിൽ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അത് തന്നെയാണ്. എന്തായാലും ഈ ഒരു ക്രൂരതയെ കുറിച്ച് നമ്മൾ ആരും സംസാരിക്കാത്ത, നമ്മൾ പലരും മറന്നുപോയ, നമ്മളെ പലരും പഠിപ്പിക്കാൻ മടിച്ച ഈ ഒരു ഗോവയുടെ ചരിത്രത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.